പ്രപഞ്ചം ആത്മാവാണ് എന്ന് തിരിച്ച് മനസ്സിലാക്കുമ്പോഴാണ് രാഗദ്വേഷങ്ങളെ തിരിച്ചറിഞ്ഞ് രാഗവും ദ്വേഷവും ഇല്ലാത്ത തലത്തിൽ വസുധ ഏവ കുടുംബം എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് മാനവൻ വികസിക്കുന്നു. അല്ലാതെ വ്യക്തി എന്ന നിലയിൽ സമ്പാദിക്കാനോ മറ്റുള്ളതിനോ ഒന്നും പര്യാപ്തമായ തലത്തിലല്ല ഇത് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബഹിരംഗ സാധന പോലും രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നു. അന്തരംഗ സാധനയിലേക്ക് കടന്നാൽ ശരീരമാത്മാവാണ്. അതിനാണ് യോഗശാസ്ത്രത്തിലെ ആസനം എന്ന് പറയുന്ന പരിശീലനം മുഴുവൻ. സ്വച്ഛന്തമായി സുഖമായി ഒന്നിരിക്കാൻ. ഇരുപ്പുറയ്ക്കായികയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരിടത്തിരുന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് എനിക്ക് സമാധാനമായിരിക്കാൻ കഴിയില്ല. കാല് സമ്മതിക്കുന്നില്ല, കൈ സമ്മതിക്കുന്നില്ല, നടു സമ്മതിക്കുന്നില്ല. ഇന്നത് വളരെ കൂടുതലാണ്. പഴയ കാലത്ത് പറമ്പിൽ കിടക്കുന്ന 2 കല്ല് മതി ഒന്ന് കക്കുസിപ്പോയി. ഇന്ന് എന്തെല്ലാം ഉണ്ടായിട്ടും കക്കുസിപ്പോൻ പറ്റില്ല. രാവിലെ എഴുന്നേറ്റിട്ട് വീട്ടിൽ നിന്ന് ഇത് ശരിയാകാതെ കോടതി വന്നിട്ട് കോടതി കയറി നോക്കിയിട്ട് ശരിയാകാതെ ഒക്കെ എന്തെല്ലാം ബുദ്ധിമുട്ടിലാണ് ഓടുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്കിത് ബോധ്യമാവും. കാരണം ഇരിപ്പുറയ്ക്കുന്നില്ല. എല്ലാ തരത്തിലും സുഖാസനത്തിലിരുന്ന് ഈ കാര്യങ്ങളൊക്കെ നടത്താൻ പരിപാടികളുണ്ട്. നേരാവണ്ണമൊന്നും ഇരിക്കാൻ പറ്റില്ല, നാമം ജപിക്കാനിരിക്കാൻ പറ്റില്ല, തൊഴിലിനിരിക്കാൻ പറ്റില്ല, കോടതിയിലൊരു അരമണിക്കൂർ നേരം ഇരിക്കാൻ പറ്റില്ല. ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ചിലപ്പോൾ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് മാറുന്നത്. അറിയാൻ വയ്യായിട്ടല്ല, ഇത് ഇന്ന പോലൊക്കെ മതി, ഇതാണ് അതിൻ്റെ പോയിന്റ്സൊക്കെ, നീ പോയി നോക്ക്, നിന്ന് എന്നെ കൊണ്ട് പറ്റില്ല. ഇരിപ്പുറയ്ക്കാഞ്ഞിട്ടാണ്. ഓഫീസിലിരിക്കാൻ പറ്റില്ല. ഓഫീസിലിരിക്കുമ്പോൾ അല്പനേരം ഇരിക്കുമ്പോൾ തോന്നും കമ്പ്യൂട്ടറിൽ വല്ലതും ഉണ്ടെങ്കിൽ അത് നോക്കിക്കളയാം. അതാദ്യം ഡിക്ഷണറി നോക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഡിക്ഷണറിയെ നോക്കാൻ തുടങ്ങും. ഡിക്ഷണറിയിൽ നിന്ന് പതുക്കെ ലോക വിവരങ്ങളിലേക്ക് പതുക്കെ കയറണം തോന്നും. ലോക വിവരങ്ങളിൽ നിന്ന് പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് കയറണം തോന്നും. പിന്നെ വലിയ വിലപിടിപ്പുള്ളതിലേക്ക് കയറണം തോന്നും. അവസാനം മനസ്സമാധാനമില്ലാതെ ആയിത്തീരുകയും ചെയ്യും. ഇതെല്ലാം സംഭവിക്കുന്നത് ഇരിപ്പുറയ്ക്കായികയാണ്. ഒരിടത്ത് സമാധാനമായി സമീചീനമായി ഇരിക്കാൻ കഴിയണം. അതിനാണ് ആസനം. ഇത് വളരെ വിപുലമായ പഠനമാണ്, വളരെ നാളത്തെ പഠനമാണ്, വളരെ നാളത്തെ പരിശീലനമാണ്. അപ്പോൾ അവരുടെ ശരീരമാണ് ആത്മാവ്. ഞാൻ പ്രാണൻ ആത്മാവാണ്. അനേകം പേർ ശ്വസിച്ചിട്ട് വിട്ടതും അനേകം സസ്യങ്ങൾ രൂപാന്തരപ്പെടുത്തിയെടുത്തതും ആഹാരമായി ശരീരത്തിലേക്ക് കയറുന്നത് പോലെ തന്നെയാണ് നമുക്ക് ശ്വാസപ്രശ്വാസങ്ങളായി കയറുന്നത്. മൂക്ക് അടയ്ക്കുമ്പോഴോ ജലദോഷം വരുമ്പോഴോ ആണ് പരമപ്രാധാന്യമുള്ള ശ്വാസോച്ഛ്വാസത്തെ അജ്ഞനായ മനുഷ്യൻ പരിഗണിക്കുന്നത്. പ്രാണനെ എങ്ങനെ നിയന്ത്രിച്ച് ആയുർദൈർഘ്യത്തെ കൂട്ടാം, എങ്ങനെ കോശങ്ങളിൽ സദാ ജീവശക്തിയെ നിലനിർത്താം. ഒരു ശരാശരി മനുഷ്യൻ്റെ കോശ സമൂഹങ്ങളിൽ കുറച്ച് ശതമാനമെങ്കിലും ശ്വാസപ്രശ്വാസങ്ങളിൽ പങ്കുവഹിക്കാതെ പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നവയാണ്. ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങളിൽ നിന്നാണ് അതിനുള്ള ഇൻ്റലിജൻസ് വരേണ്ടതെങ്കിൽ അവ തെറ്റായ വിവരങ്ങളാണ് നമുക്ക് തരിക. അത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ ബാധിക്കുകയും ചെയ്യും. ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോഴാണ്, ആളുകൾ കൈയടിക്കാൻ കരുതി നിൽക്കുമ്പോഴാണ് കാലിലെ പ്രാണശക്തി അല്പം കുറയുന്നതെങ്കിൽ ആ ഫുട് വർക്ക് മതിയാവും 99 അടിച്ച് ഒരു 6 അടിച്ച് 100 കിടക്കാൻ കഴിവുള്ളവൻ 99 വെച്ച് LBW വീട്ടിലോട്ടെത്തുക. ജീവിതത്തിൻ്റെ വിജയരഹസ്യങ്ങളുടെ മുമ്പിൽ 1000 തവണ പതറേണ്ടി വരുന്നത് ശരീരം മുഴുവൻ സഞ്ചരിക്കുന്ന പ്രാണനെ എങ്ങനെയാണ് സ്വച്ഛന്തമാക്കി തീർത്ത് തൻ്റെ ഇച്ഛാശക്തിയെയും തൻ്റെ ജീവിതഗതിയെയും സമീചീനമായി കൊണ്ടുപോകാം. ഇത് പ്രാണായാമം കൊണ്ടാണ് സാധിക്കുന്നത്, പ്രാണലയം കൊണ്ടാണ് സാധിക്കുന്നത്. പ്രാണസ്യേകം ഏകം വശേ സർവം. പ്രാണൻ ഒന്നുകൊണ്ടാണ് എല്ലാത്തിനെയും വശത്താക്കുന്നത്. ചില ആളുകൾ ഒന്ന് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. 1 ലക്ഷം രൂപയോളം കടം മേടിച്ചിട്ട് തരാനുണ്ട്, പക്ഷെ വന്ന് കയറുകയാണ്, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അയാൾ വീട്ടിലെത്തിക്കഴിയുമ്പോഴേക്ക് ഇല്ലെന്ന് പറയാൻ പറഞ്ഞവൻ തന്നെ ഇറങ്ങി വരികയും സുഖം ചോദിക്കുകയും വീണ്ടും ചോദിക്കുന്ന 50,000 രൂപ മിണ്ടാതെ എടുത്തു കൊടുക്കുകയും ചെയ്തു വിടുന്നത് അവൻ്റെ പ്രാണശക്തിയുടെ ലയസാധ്യത കൊണ്ടാണ്. ഒരുവൻ സംസാരിക്കുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നത് പ്രാണന്റെ ചേർച്ച കൊണ്ടാണ്. ഒരുവൻ ജീവിതരംഗങ്ങളിൽ വിജയിക്കുന്നത് ബഹിചര പ്രാണനും
അന്തശ്ചര പ്രാണനും തമ്മിലുള്ള ചേർച്ചയിലാണ്. ഒരുവൻ കുഴിച്ചു വെക്കുന്ന ചെടി മറ്റൊരുവൻ കുഴിച്ചു വെക്കുന്നതിനേക്കാൾ അവൻ കൊടുത്തിടത്തോളം വളം കൊടുക്കാതെ വളരുന്നതും അത് പ്രയോജനപ്രദമാകുന്നതും അവൻ്റെ ശ്വാസനിശ്വാസങ്ങളുടെ കണക്കിലാണ്. ഇങ്ങനെ ചില അറിവുകളാണ് അന്തരംഗ സാധനയിൽ ഭാരതീയർ വളർത്തിയെടുത്തത്. ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്വയം പരീക്ഷിക്കാൻ തയ്യാറാകണം. അല്ലാതെ ഇത് വായിച്ചിട്ട് പ്രസംഗിക്കാൻ പഠിച്ചാൽ ഒരു പ്രയോജനവുമില്ല. ഇത് തൻ്റെ തൊഴിലിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുമോ എന്നറിയാൻ പരീക്ഷിച്ചു നോക്കിക്കഴിഞ്ഞ് മാത്രമാണ് തീരുമാനമെടുക്കാൻ പറ്റുന്നത്. ഇത് പ്രാണായാമം കൊണ്ടാണ്.